ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 1986 ഇറങ്ങിയ കരാട്ടെ കിഡ് എന്ന ഫ്രാഞ്ചൈസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫസ്റ്റ് പാർട്ടിലെ ക്ലൈമാക്സിൽ ഡാനിയൽ ജോണിയെ ഫൈനലിൽ തോൽപ്പിക്കുന്നതാണ്. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഫൈനലിൽ ജയിച്ച ശേഷം ഡാനിയൽ അവിടുന്ന് കുളിച്ച് കപ്പുമായി പുറത്തേക്ക് വരും. അവനെ കാണുന്ന ആളുകളെല്ലാം അവനെയും മിയാഗിയെയും പ്രശംസിക്കുന്നുണ്ട്. ആ സമയം ജോൺ ക്രീസ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് അവരെ ഇങ്ങനെ തുറിച്ചു നോക്കി പോകും. കുറച്ച് കുട്ടികൾ വന്ന് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്താണ് ക്രീസ് ജോണിയെ വഴക്ക് പറയുന്നത് കാണുന്നത്. അവൻ തോറ്റതിന് ചീത്ത വിളിക്കായിരിക്കും. ജോണി, ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ക്രീസ്, നീ ഒന്നുമല്ല, തോൽവിയാണ്, വെറും തോൽവി. അങ്ങനെ അവർ വാക്കുതർക്കത്തിലായി കയ്യാങ്കളിയിലേക്കെത്തും. ഇത് കണ്ട മിയാഗി അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവനെ വിടാൻ പറയും. അത് കേൾക്കാതെ വരുമ്പോൾ മിയാഗി തന്നെ അവനെ പിടിച്ചു മാറ്റും. ക്രീസ് രണ്ടു വട്ടവും അടിക്കാൻ നിൽക്കുമ്പോൾ കാറിന്റെ ചില്ല് പൊളിയെന്നല്ലാതെ മിയാഗിയെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിട്ട് മിയാഗി ക്രീസിനെ അടിക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഡാനിയലിനെ ചോസൻ ചെയ്ത പോലെ മൂക്ക് പിടിച്ച് കളിയാക്കി വിടും. ശേഷം 6 മാസത്തിന് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഒരു ദിവസം മിയാഗിക്ക് ഒരു കത്ത് കിട്ടുകയാണ്. അതിൽ മിയാഗിയുടെ അച്ഛന് തീരെ സുഖമില്ലാതെ കിടക്കുകയായിരിക്കും എന്നൊക്കെയായിരിക്കും അതിലുള്ളത്. ഇതുകൊണ്ട് തന്നെ അയാളുടെ സ്ഥലമായ ഒക്കിനാവയിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. മിയാഗി ഡാനിയലിനോട് അവിടുത്തെ അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചും അവളുടെ കല്യാണം തന്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള സാറ്റോ എന്ന അയാളുടെ കൂടെ കഴിഞ്ഞെന്നും പറയും. അതിനിടയിൽ ഈ പെണ്ണിന് വേണ്ടി ഞങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചു. ഒരു ഫൈറ്റിനായി. അതും ആ നാട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഡാനിയൽ, എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അന്ന് തന്നെ ഞാൻ ആ നാട് വിട്ടു. അങ്ങനെയായിരിക്കും മിയാഗി ഇവിടെ എത്തിപ്പെട്ടത്. നാളെ മിയാഗി അയാളുടെ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഡാനിയലിന് നല്ല വിഷമം ഉണ്ടാവും. ശേഷം രാവിലെ മിയാഗി എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറാൻ നേരം അവിടേക്ക് ഡാനിയൽ എത്തും. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കും ഓക്കെയാണെന്ന് പറയും. പക്ഷെ മിയാഗി, ടിക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നീ ആ പൈസ നിന്റെ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഡാനിയൽ, എനിക്ക് കോളേജിനേക്കാളും എന്തിനേക്കാളും പ്രധാനം നിങ്ങളാണ് എന്ന് പറയും. അങ്ങനെ ഡാനിയലിനെയും അയാൾ കൂടെ കൂട്ടും. അങ്ങനെ അവർ ഫ്ലൈറ്റ് കയറി എയർപോർട്ടിലെത്തും. മിയാഗിയുടെ ഫ്രണ്ടായ സാറ്റോ ഒരു കരാട്ടെ ടീച്ചറാണ്. അതിൻ്റെ പോസ്റ്റർ അവരവിടെ കാണും. എന്നിട്ട് അവരെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ വന്നത് ആരാണെന്ന് വെച്ചാൽ അത് ചോസൺ ആയിരിക്കും. അന്നായിരിക്കും മിയാഗി ആദ്യമായി ചോസനെ കാണുന്നത്. ഇങ്ങനെ മിയാഗിയെ കൂട്ടാൻ ഒരാൾ വരുമെന്ന കാര്യം അയാൾക്കറിയില്ല. എന്നിട്ട് ചോസന് ഡാനിയലിനെ പരിചയപ്പെടുത്തി കൊടുക്കും. നീ കരാട്ടെ സ്റ്റുഡൻ്റ് ആണല്ലേ, വെൽക്കം ടു ഒക്കിനാവ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയിറുക്കും. ആദ്യം തന്നെ ചോസൻ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഡാനിയലിനും ആകെ ഒരുമാതിരി ആയിട്ടുണ്ടാവും. ഇവർ പോകുന്ന റൂട്ടും കറക്റ്റല്ല. അപ്പോഴേ എന്തോ ഒരു പന്തികേട് തോന്നും. അങ്ങനെ ഇവരെ നേരെ കൊണ്ടുപോകുന്നത് സാത്തോയുടെ അടുത്തേക്കാണ്. ചോസന്റെ അങ്കിളായിരിക്കും സാത്തോ. അന്നത്തെ കടം തീർക്കാൻ വന്നതാണെന്നാണ് സാത്തോ വിചാരിച്ചത്. മിയാഗി തൻ്റെ അച്ഛനെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ നിന്റെ അച്ഛനെ ചെന്ന് കാണ്, അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കാണുന്നുണ്ടെന്ന് പറയും. ശേഷം കറക്റ്റ് അഡ്രസ്സ് നോക്കി അവരവിടെ എത്തുന്നു. അവിടുന്ന് കുമിക്കോ എന്ന പെൺകുട്ടിയെ ഡാനിയൽ പരിചയപ്പെടുന്നു. മിയാഗി അച്ഛനെ കണ്ട സങ്കടത്തിലായിരിക്കും ഉള്ളത്. ശേഷം ഡാനിയൽ അവിടുത്തെ ചുറ്റുപാടൊക്കെ നോക്കും. കോബ്ര കൈയിൽ ഡാനിയലിന്റെ ഡോജോ എങ്ങനെയിരിക്കുന്നു അതുപോലെ തന്നെയായിരിക്കും അവിടെ. അവിടുത്തെ ഡോജോയിൽ മിയാഗി ട്രെയിൻ ചെയ്യായിരിക്കും. എന്നിട്ട് അവന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ശേഷം അവരുടെ അടുത്തേക്ക് സാത്തോയും ചോസനും വരികയാണ്. സാത്തോ, നീ അച്ഛനെ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കണക്ക് ഇപ്പോൾ തന്നെ തീർത്തേക്കാം എന്ന് പറഞ്ഞ് മിയാഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് സാത്തോയുടെ ഭാര്യയും മിയാഗിയുടെ മുൻ കാമുകിയുമായ ക്യൂമി അവിടെ എത്തി അവരെ തടയുന്നത്. എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ കണ്ണു തുറന്നെന്ന് പറയും. ഇത് കേട്ട എല്ലാവരും അവിടേക്ക് ചെല്ലും. മിയാഗിയുടെ അച്ഛൻ സാത്തോയുടെ മാസ്റ്റർ ആയിരിക്കും. അയാൾ സാത്തോയുടെയും മിയാഗിയുടെയും കൈകൾ ഒരുമിപ്പിച്ച് അവിടെ വെച്ച് അയാൾ മരണപ്പെടുന്നു. സാത്തോ, എൻ്റെ മാസ്റ്ററിനോടുള്ള ബഹുമാനം കണ്ട് ദുഃഖാചരണം കഴിയുന്നതുവരെ നിനക്ക് 3 ദിവസം കൂടെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. നീ അതിന് തയ്യാറായി ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ദുഃഖാചരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ശേഷം വിഷമിച്ചിരിക്കുന്ന മിയാഗിയുടെ അടുത്തേക്ക് ഡാനിയൽ വന്ന്, എൻ്റെ അച്ഛൻ ഇതുപോലെ മരിച്ചുപോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു. എനിക്ക് എല്ലാ കാര്യവും ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടും ഒരു കാര്യവും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. പക്ഷേ മരണം വരെയും ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതായിരുന്നു എൻ്റെ ആശ്വാസം എന്നവൻ പറയും. എന്നിട്ട് പതിവ് പോലെ ഡാനിയലിനെ കരാട്ടെ ട്രെയിൻ ചെയ്യിപ്പിക്കും.
അത് കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുന്ന വഴി ചോസൻ അവരെ കാണുകയും ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് ഒരു പച്ചക്കറിക്കാരനും അയാളുടെ പച്ചക്കറികളും വീണ സമയത്ത് ഡാനിയൽ ചെന്ന് അയാളെ സഹായിക്കും. അവിടെ ചോസനായിരിക്കും സാധനങ്ങൾ തൂക്കി നോക്കി അതിനുള്ള പൈസ കൊടുക്കുന്നത്. ഡാനിയൽ ചെന്ന് തൂക്കുന്നതും ആ തൂക്കുന്ന കട്ടകളെല്ലാം ഒറ്റയടിക്ക് താഴെ വീഴും. എന്നിട്ട് അവനത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് ചോസൻ പറ്റിച്ചതാണെന്ന് മനസ്സിലായി എല്ലാവരും അവരവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ശേഷം രാത്രി ഡാനിയൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് കുമിക്കോ വരും. എന്നിട്ട് അവന് അവിടെയുള്ള ഒരു ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ആ നേരത്താണ് അവിടേക്ക് ചോസനും അവൻ്റെ ഫ്രണ്ട്സും വരുന്നത്. അത് കണ്ട് അവർ കളിയാക്കുമ്പോൾ കുമിക്കോ അവനെയും കൂട്ടി അവിടുന്ന് പോകും. എന്നാലും അവർ പിന്നാലെ ചെന്ന് അവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. രാവിലത്തെ കാര്യം പകപോക്കുകയായിരിക്കും അവൻ. എന്നിട്ട് അവരവിടുന്ന് പോകും. കുമിക്കോ അവനെ എണീപ്പിച്ച് കൊണ്ടുപോകും. അങ്ങനെ പിറ്റേ ദിവസം കുമിക്കോ ഡാനിയലുമായി ചുറ്റാൻ പോവുകയാണ്. അവിടെയുള്ള ബീച്ചിലും ചന്തയിലുമൊക്കെ അവർ പോകും. അവിടുന്ന് അവരെ ഒരു ഡാൻസ് പാർട്ടിക്ക് ഒരാൾ ക്ഷണിക്കുന്നു. ആ സമയത്താണ് സാറ്റോയുടെ കരാട്ടെ ക്ലാസ് അവൻ കാണുന്നത്. ഡാനിയൽ അത് കാണാനായി അവിടെയുള്ള ജനാലയിലൂടെ നോക്കുമ്പോൾ ചോസനായിരിക്കും അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഡാനിയലിന് ഇവൻ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലാവും. കുമിക്കോ ഇവൻ സാറ്റോയുടെ നമ്പർ 1 സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. എന്നിട്ട് അവിടുത്തെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന നേരത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെയുള്ള ഒരു സ്ഥലം കാണും. കുമിക്കോ അത് ചീത്ത സ്ഥലമാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ ഡാനിയൽ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയും. അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐസ് ബ്രേക്കിംഗ് ചാലഞ്ച് ആയിരിക്കും അവിടെ നടക്കുന്നത്, അതും പൈസക്ക്. ഒരാൾ അടുത്ത് നിന്ന് പൊട്ടിക്കുമ്പോൾ ഡാനിയൽ അവളോട് ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട അയാൾ ഓ നീ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യോ, അതൊന്ന് കാണാമല്ലോ, കുറച്ച് ഐസ് കൊണ്ടുപോടാ എന്ന് പറയുമ്പോൾ ചോസൻ അവിടെ ഉണ്ടാകും. ഡാനിയൽ പരമാവധി ഒഴിയാൻ നോക്കുമെങ്കിലും ചോസൻ സമ്മതിക്കില്ല. അതിനിടയ്ക്ക് കുമിക്കോ അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മിയാഗിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരും. എന്നിട്ട് ഇവൻ എത്ര ഐസ് പൊട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ 6 എണ്ണം എന്ന് പറയും. അതിനുള്ള ബെറ്റ് കാശും മിയാഗി കൊടുക്കുകയാണ്. ആ സമയം അവിടേക്ക് സാറ്റോയും എത്തും. ഡാനിയൽ മിയാഗിയോട് ഞാൻ എങ്ങനെ ഇത് പൊട്ടിക്കാനാ, അപ്പോൾ ആദ്യം നീ ഫോക്കസ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഡാനിയൽ അത് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അവനത് പൊട്ടിക്കുന്നു. ഇത് സാറ്റോയും കാണുന്നു. ശേഷം രാത്രി അവരെ ക്ഷണിച്ച ഡാൻസ് പാർട്ടിക്ക് അവർ പോകുന്നു. അവിടുന്ന് അവർ നന്നായി തന്നെ ഡാൻസ് ചെയ്യുകയാണ്. അവിടെ വെച്ച് അവർ പ്രണയത്തിലാവുകയാണ്. ആ സമയത്താണ് ചോസൻ അവിടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. എന്നിട്ട് അവൻ ജയിച്ചതിൻ്റെ ബെറ്റ് കാശ് മുഴുവനും എടുക്കും. എന്നാൽ ആ സമയം ഡാനിയൽ അവർക്ക് കുറെ കൊടുത്ത് അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നാലെ ഓടുമെങ്കിലും ചോസൻ അവരെ പിടിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് രാത്രി മിയാഗി ഇല്ലാത്ത നേരം സാറ്റോയും ചോസനും അവിടെ അതിക്രമിച്ച് കയറി ഓരോന്ന് തല്ലിപ്പൊളിച്ച് അവനെ ഉപദ്രവിക്കുകയാണ്. ആ സമയം മിയാഗി അവിടെ എത്തും. അതിനുശേഷം ഒരു ദിവസം അവിടെ നല്ല മഴയും അതിനനുസരിച്ചുള്ള കാറ്റും കാരണം എല്ലാവരും അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ആ അപകടത്തിൽ സാറ്റോയുടെ മകളെ രക്ഷിക്കുന്നത് ഡാനിയലായിരിക്കും. അങ്ങനെ ഈ ഒരു കടപ്പാട് കൊണ്ട് തന്നെ സാറ്റോ അയാളുടെ ശത്രുതയെല്ലാം മറന്ന് മിയാഗിയോട് മാപ്പ് പറയുന്നു. അങ്ങനെ അവരുടെ ഇടയിലുള്ള പ്രശ്നം അവസാനിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിലുള്ള ഒരു ആഘോഷം നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവിടുന്ന് കുമിക്കോയുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാകും. അതിനിടയിൽ പിന്നിൽ നിന്ന് ചോസൻ വന്ന് ഇവളെ കൊല്ലാൻ നോക്കുന്നു. സാറ്റോ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ അവൻ അനുസരിക്കില്ല. അവൻ ഡാനിയലിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അവന് ഡാനിയലിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ ചോസനെ അവൻ തോൽപ്പിക്കുകയാണ്. ഇതും കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന മിയാഗിയെയും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.